ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററിലെ 8ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആണ്. ദി പിക്ചർ ഷോസ് ദി ട്രയാങ്കിൾ ഫോംഡ് ബൈ 3 ടാൻജൻസ്. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി ടാൻജൻസ് ഫ്രം ഈച്ച് വെർട്ടെക്സ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അതായത് പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഒരു സർക്കിള്, ആ സർക്കിളിന്റെ 3 പോയിന്റിൽ 3 ടാൻജന്റ് വരച്ചു. അപ്പോൾ ഫോം ചെയ്ത ഈ ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിന്റെ സൈഡ്സ് തന്നിട്ടുണ്ട് 7 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. അപ്പൊ ലെങ്ത് ഓഫ് ദി ടാൻജൻസ് ഫ്രം ഈച്ച് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്തും കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ ലെങ്തും കണ്ടുപിടിക്കണം, ഈ ലെങ്തും കണ്ടുപിടിക്കണം. അതായത് ഓരോ വെർട്ടെക്സ്, രണ്ട് ഈക്വൽ ആണല്ലോ, ഓരോ വെർട്ടെക്സിൽ നിന്നുള്ള ടാൻജൻസിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പ്രോപ്പർട്ടി വളരെ സിമ്പിളാ. അപ്പൊ നോക്കിയേ, ഇതിന്റെ പോയിന്റ് ടാൻജൻസിക്ക് പോയിന്റ് ഓഫ് കോണ്ടാക്ടിന് പേര് കൊടുത്തു, PQR. ഈ ടാൻജന്റ് ലൈനെ കട്ട്, അതായത് ഈ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് Q, ഈ ടാൻജന്റ് സർക്കിളിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് R, ഈ ടാൻജന്റ് സർക്കിളിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് P. അപ്പൊ PQR ആണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഈ ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുത്തു, എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് 7 സെന്റിമീറ്റർ ആണ്, ഇത് 5 ആണ്, ഇത് 4 ആണ്. ഇനി നോക്കുക, BP എന്ന് പറയുന്നതും BR എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ലെങ്ത് ഓഫ് ദി ടാൻജൻസ് അല്ലെ, ലെങ്ത് ഓഫ് ദി ടാൻജൻസ് ഫ്രം എ പോയിന്റ് ടു സർക്കിൾ ആർ ഈക്വൽ. അപ്പോ ഇവിടെ നോക്കിയാൽ CP എന്ന് പറയുന്നതും CQ എന്ന് പറയുന്നതും ടാൻജന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലെ. ഈ ലെങ്ത് ഓഫ് ടാൻജൻസ് ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ ലെങ്ത് X എന്ന് എടുത്താൽ ഇത് എത്രയായിരിക്കും? X എന്ന് എടുത്തു. അതുപോലെ AQവും ARഉം, ഈ രണ്ട് ലെങ്തും A എന്ന പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരച്ചിരിക്കുന്ന ടാൻജന്റ് ആണ്. അപ്പൊ ഈ ലെങ്തും Y എന്നെടുത്തു. അതുപോലെ BP ഈക്വൽ ടു BR, അതും ഈക്വൽ ആണ്. അത് ഞാൻ Z എന്ന് എടുത്തു. അപ്പോൾ ഈ ലെങ്ത് X, ഈ ലെങ്ത് Y, ഈ ലെങ്ത് Z. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട X ഉം Y ഉം Z ഉം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതിന് X പ്ലസ് Y എന്ന് വരും. X പ്ലസ് Y എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് അല്ലേ, ABC എന്ന ലെങ്ത് ആണ്. X പ്ലസ് Y, അത് 5 ആണെന്നറിയാം. അപ്പോൾ X പ്ലസ് Y 5. അതുപോലെ BC എന്ന് പറയുമ്പോഴോ, AB എന്ന് പറയുമ്പോഴോ ഈ ലെങ്ത് ആണ് Y പ്ലസ് Z, അത് 4 ആണ്. അതുപോലെ ഈ BC എന്ന് പറയുമ്പോഴോ ഈ ലെങ്തും കൊടുക്കുക, X പ്ലസ് Z. അപ്പോൾ X പ്ലസ് Y 5, Y പ്ലസ് Z 4, Z പ്ലസ് X 7. 3 സമവാക്യങ്ങൾ കിട്ടി. നമുക്കൊരു കാര്യം ചെയ്ത് 3 കൂടി ഒന്ന് ആഡ് ചെയ്യാം. 3 കൂടി ആഡ് ചെയ്തു. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് എഴുതി. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? X 2 ഉണ്ട്, അപ്പോൾ 2X വരും. Y 2 ഉണ്ട്, Y പ്ലസ് Y 2Y വരും. Z 2 ഉണ്ട്, 2Z വരും. അപ്പോൾ 2X പ്ലസ് 2Y പ്ലസ് 2Z എന്ന് പറഞ്ഞാൽ ഇതിന്റെ പെരിമീറ്റർ ആണ് 5 പ്ലസ് 4 പ്ലസ് 7 16. അതായത് ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2X പ്ലസ് 2Y പ്ലസ് 2Z, അത് 16 ആണ്. അപ്പോൾ X പ്ലസ് Y പ്ലസ് Z എന്ത് വരും? 2 ഇൻറ്റു X പ്ലസ് Y പ്ലസ് Z ആണല്ലോ. 2X പ്ലസ് 2Y പ്ലസ് 2Z എല്ലാത്തിൽ നിന്നും 2 വെളിയിലെടുത്തു, അത് 16 ആണ്. അപ്പൊ X പ്ലസ് Y പ്ലസ് എടുത്ത് പറഞ്ഞാൽ 16/2 8 എന്ന് കിട്ടും. അതായത് പെരിമീറ്ററിന്റെ പകുതി. അതായത് നമ്മൾ സാധാരണ S എന്നൊക്കെ വിളിക്കാറുണ്ട്. X പ്ലസ് Y പ്ലസ് എടുത്ത് പറഞ്ഞാൽ സെമി പെരിമീറ്റർ ആണ്. ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ ഹാഫ് ആണ്. ഇനി നോക്കിക്കേ, ഇതിൽ Y പ്ലസ് Z എന്താണെന്ന് ഇവിടെ 4 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ Y പ്ലസ് Zന്റെ സ്ഥാനത്ത് 4 കൊടുത്താൽ X കിട്ടൂലേ അല്ലേ. അതായത് X പ്ലസ് Y പ്ലസ് Z എന്നുള്ളത് X പ്ലസ് Y, X പ്ലസ് Y ഇവിടെ 5 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ X പ്ലസ് Yക്ക് പകരം 5 എഴുതാം. അപ്പൊ 5 പ്ലസ് Z ഈസ് ഈക്വൽ ടു 8. അപ്പൊ 8 മൈനസ് 5 3 എന്ന് കിട്ടും. അതായത് Z എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. ഈ ലെങ്ത്, അതായത് ലെങ്ത് ഓഫ് ടാൻജൻറ്റ് ഫ്രം B, അത് 3 സെന്റിമീറ്റർ ആണ്. അതായത് സെമി പെരിമീറ്ററിൽ നിന്ന് ഈ ലെങ്ത് കുറച്ചു, 5 കുറച്ചു. ക്ലിയർ ആയ പറഞ്ഞത്? X പ്ലസ് Y പ്ലസ് Zല് X പ്ലസ് Y എന്ന് പറയുന്നത് ഇവിടെ എഴുതി വെച്ചിട്ട് 5 ആണ്. അപ്പൊ ഇതിന്റെ സ്ഥാനത്ത് 5 കൊടുത്തു. 5 പ്ലസ് Z ഈക്വൽ ടു 8. അപ്പൊ 8 5 കുറച്ചാൽ Z കിട്ടി 3. ഓക്കെ. അതുപോലെ X പ്ലസ് Y പ്ലസ് Z 8 ആണ്. Y പ്ലസ് Zന്റെ സ്ഥാനത്ത് ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? Y പ്ലസ് Z 4 ആണ്. അപ്പോൾ Y പ്ലസ് Zന്റെ സ്ഥാനത്ത് 4 കൊടുത്തു. അപ്പൊ X പ്ലസ് 4 8 എന്നാവും. X എന്ത് ചെയ്താൽ മതി? 4 അപ്പറേറ്റ് കൊണ്ടുപോവുക. 8 മൈനസ് 4 4. അതുപോലെ അടുത്തതോ X പ്ലസ് Y പ്ലസ് Z, X പ്ലസ് Y പ്ലസ് Z 8 ആണ്. അതിൽ X പ്ലസ് Z എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ ഈ X പ്ലസ് Z ന് മാറി 7 കൊടുക്കുക. അപ്പൊ 7 പ്ലസ് Y സമം 8 എന്നാവും. അപ്പൊ Y സമം 8 മൈനസ് 7 1 എന്ന് കിട്ടും. അപ്പൊ Xും Yയും Z കാണാൻ നമ്മളോട് പറഞ്ഞത്. അപ്പൊ X എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി?
ഇത് എല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. എക്സ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ 5, 4, 9, 7, 16ന്റെ പകുതി 8. അപ്പൊ ആ 8ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പെരിമീറ്ററിന്റെ ഹാഫിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. 8ൽ നിന്ന് ഈ 4 കുറച്ചാൽ മതി. കണ്ടോ 4 കിട്ടി, എക്സ് 4 കിട്ടി. വൈ കാണാൻ കണ്ടോ 8ൽ നിന്ന് ആ പെരിമീറ്ററിന്റെ പകുതിയിൽ നിന്ന് സെമി പെരിമീറ്ററിൽ നിന്ന് 7 കുറച്ചു, വൈ 1 കിട്ടി. അതുപോലെ ഇസഡ് കാണാൻ സെമി പെരിമീറ്ററിൽ നിന്ന് 5 കുറച്ചു, 3 കിട്ടി. അപ്പോൾ വളരെ എളുപ്പം മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് പെരിമീറ്ററിന്റെ ഹാഫ് എടുക്കാതാണ് എസ്. അതിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് കുറയ്ക്കുന്നത് ഈ വെർട്ടെക്സിൽ നിന്നുള്ള ടാൻജന്റ്. ഈ സൈഡ് കുറച്ചാൽ ഈ വെർട്ടെക്സിൽ നിന്നുള്ള ടാൻജന്റ്, ഈ സൈഡ് കുറച്ചാൽ ഈ വെർട്ടെക്സിൽ നിന്നുള്ള ടാൻജന്റ്. അങ്ങനെ മനക്കണക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആയി പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതാ ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പിക്ചർ ടെക്സ്റ്റ് ബുക്കിൽ 3 പിക്ചറായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒറ്റ പിക്ചർ തന്നെ വരച്ചു. In the figure, 2 circles touch each other at B. Through B, a tangent is drawn and another common tangent AC is drawn. അതായത് 2 കോമൺ ടാൻജന്റ് ആണ് വരച്ചിരിക്കുന്നത്. ഒന്നാ ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ 2 സർക്കിൾ ടച്ച് ചെയ്യുന്ന പോയിന്റിലൂടെ ഒരു ടാൻജന്റ്, പിന്നെ 2 സർക്കിളും കോമൺ ആയിട്ട് മറ്റൊരു ടാൻജന്റ്. അപ്പോൾ AC കോമൺ ടാൻജന്റ് ആണ്, PBയും കോമൺ ടാൻജന്റ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൂവ് ദാറ്റ് BP ബൈസെക്ട് ദി കോമൺ ടാൻജന്റ് AC. AC എന്ന കോമൺ ടാൻജന്റിനെ BP ബൈസെക്ട് ചെയ്യും എന്ന് പ്രൂവ് ചെയ്യണം. BP ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വി നീഡ് ടു പ്രൂവ് ദാറ്റ് P ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് AC. അതായത് AC-യുടെ മിഡ് പോയിന്റിലൂടെയാണ് BP കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ P AC-യുടെ മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ മതി. ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പൊ ഇവിടെ നോക്കിക്കേ, PB എന്ന് പറയുന്നത് PA എന്ന് പറയുന്നത് തുല്യമല്ലേ? കാരണം P എന്ന പോയിന്റിൽ നിന്ന് ഈ വലിയ സർക്കിളിലേക്കുള്ള ടാൻജന്റ് ആണ് PB, വലിയ സർക്കിളിലേക്കുള്ള മറ്റേ ടാൻജന്റ് ആണ് PA. അപ്പൊ PAയും BB ഈക്വൽ ആണ് അല്ലേ? അപ്പോ PA ഈക്വൽ ടു PB, ലെങ്ത് ഓഫ് ദി ടാൻജൻസ് ഓൺ ഫ്രം എ പോയിന്റ് ടു സർക്കിൾ ആർ ഈക്വൽ. അതുപോലെ PB ഈക്വൽ ടു PC ആണ്, കാരണം ചെറിയ സർക്കിളിലേക്കുള്ള ടാൻജന്റ് ആണ് അല്ലേ? അപ്പോ PB ഈക്വൽ ടു PC. അപ്പോ ഇത് 3ഉം ഈക്വലായി. അതായത് PAയും PB ഈക്വൽ ആണ്, PCയും PB ഈക്വൽ ആണ്. അപ്പോൾ PAയും PC ഈക്വൽ ആയില്ലേ? അപ്പോൾ PCയും PAയും ഈക്വൽ ആയി എന്ന് പറഞ്ഞാൽ P എന്താണ്? AC-യുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ PA ഈക്വൽ ടു PC, ദാറ്റ് ഈസ് BP ബൈസെക്ട്സ് AC. AC എന്ന് പറയുന്ന ടാൻജന്റിന്റെ ബൈസെക്ടർ ആണ് BP, കാരണം P മിഡ് പോയിന്റ് എന്ന് കിട്ടി. അതായത് ഈ ടാൻജന്റിന്റെ മിഡ് പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. ക്ലിയർ ആയി പറഞ്ഞത്? സെക്കൻഡ് പാർട്ടിൽ നിന്നാണ് പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ ABC is a right triangle. ഈ ABC എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഈ ABC എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ 90 എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് രണ്ടും ഈക്വൽ ആന്ന് പറഞ്ഞു ടാൻജന്റ്. അപ്പൊ ഇത് X എന്ന് എടുത്താൽ ഇത് X എന്ന് എഴുതാലോ അല്ലെ? ഈ 2 ആംഗിളും X എന്ന് എടുത്തു. അതുപോലെ ഇത് 2 ഈക്വൽ ആണ്, ലെങ്ത് ഓഫ് ദി ടാൻജന്റ്. അപ്പൊ ഇത് Y എന്ന് എടുത്താൽ ഇതും Y എന്ന് എഴുതാം. അപ്പൊ കണ്ടോ, ഇത് X, ഇത് X, ഇത് Y, ഇത് Y. അപ്പൊ ഈ വലിയ ട്രയാങ്കിൾ എടുത്ത് നോക്കിയാൽ ABC എന്ന ട്രയാങ്കിൾ എടുക്കുമ്പോൾ Aയും Bയും Cയും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. ആംഗിൾ Aയും ആംഗിൾ Bയും ആംഗിൾ Cയും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. അപ്പൊ X plus Y ഈക്വൽ ടു 180. ഓക്കെ, അപ്പോൾ X plus X എന്ന് പറഞ്ഞാൽ 2X plus 2Y ഈക്വൽ ടു 180 എന്ന് കിട്ടും. അപ്പോൾ അതിൽ 2 വെളിയിലെടുത്ത് കഴിയുമ്പോൾ 2 × X plus Y ഈക്വൽ ടു 180. അപ്പൊ X plus Y എന്ന് പറയുന്നത് 180/2. X plus Y എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ്. അപ്പൊ ഈ ആംഗിൾ 90 എന്ന് കിട്ടി. 180/2 90 അല്ലേ? അപ്പൊ ABC എന്ന ആംഗിൾ 90 ആണ്. സോ ABC 90 മീൻസ് ഇറ്റ് ഇസ് എ റൈറ്റ് ട്രയാങ്കിൾ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ചെയ്തത് എന്താണ്? ഇത് X എന്ന് എടുത്തു, അപ്പൊ ഇത് X, കാരണം ഐസോസെലസ് ട്രയാങ്കിൾ പ്രോപ്പർട്ടിയാണ്. ഇത് 2 ഈക്വൽ ആയതുകൊണ്ട് ഈ 2 ആംഗിൾ ഈക്വൽ. അപ്പൊ ഇത് Y എന്ന് എടുത്തപ്പോൾ ഇത് Y എടുത്തു. ഈ വലിയ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇതിന്റെ ഈ ആംഗിളും ഈ ആംഗിളും കൂട്ടിയ 180 ആണ്. അപ്പൊ X-ഉം X plus Y-യും Yയും കൂടി ആഡ് ചെയ്ത 180. 2X plus 2Y 180. അപ്പോൾ X plus Y 180യുടെ പകുതി 90. അപ്പോൾ X plus Y എന്ന് പറഞ്ഞാൽ ABC 90. അപ്പോൾ ABC 90 എന്ന് പറയുമ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്നും പ്രൂവ് ചെയ്തു. അപ്പോൾ 2 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.